الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസമായ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ധന്യമായ പരിശുദ്ധ റമദാനിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ് എന്ന് വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ പള്ളി ആണ് ഇപ്പോൾ ഞാനും നിങ്ങളും ഈ ധന്യമായ നിമിഷങ്ങളിലുള്ളത്. 3 ശ്രേഷ്ഠതകളാണ് നാം ഇപ്പോൾ കേട്ടത്. റമദാന്റെ ശ്രേഷ്ഠത, വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത, പള്ളിയുടെ ശ്രേഷ്ഠത. വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഓതിവെച്ച വചനത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ധന്യമായ നിമിഷങ്ങൾ
നമ്മളുടെ അശ്രദ്ധ നിമിത്തമോ അലസത നിമിത്തമോ ഉറക്കം കൊണ്ടോ നാം നഷ്ടപ്പെടുത്തി ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയാത്തവരായി തീരുന്ന അവസ്ഥയെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണം. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഇരിക്കുക. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഒന്ന് സലാത്തൊക്കെ ചെയ്ത് പ്രവാചകനോടുള്ള ആ ആഭിമുഖ്യം ദൃഢീകരിക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഇരുത്തത്തിൽ നേടിയെടുക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും അലക്ഷ്യമായ ഇരുത്തം, നല്ല എയർ കണ്ടീഷൻ റൂം, നോമ്പിന്റെ ക്ഷീണം, ഉറക്കം, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കുറച്ച് സമയം നാം നമ്മെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നോമ്പ് നമ്മളിൽ യാതൊരു എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രത പാലിച്ചു, എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ പുണ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി. ആ പുണ്യം ഓരോ നിമിഷവും പുണ്യം നിറഞ്ഞതാണ്. അതിന് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റമദാൻ ആഗതമായാൽ ഒരശരീരി ഒന്നാമത്തെ രാത്രിയിൽ തന്നെ വരുമെന്നാണ്. ആ ശരീരി ഇങ്ങനെയാണ്: യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. ഇതാണ് ആ ശരീരി. നന്മ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വരും, തിന്മ കൊതിക്കുന്നവനെ പിന്നോട്ട് പോകൂ, അല്ലെങ്കിൽ അതൊന്ന് നിർത്ത്, മതിയാകും എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉൽതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ. എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട് ഈ റമദാനിന്റെ രാത്രികളിൽ എന്നാണ്. രാവും പകലും ഒരുപോലെ പ്രാധാന്യം അറിയിക്കുന്നു. രാത്രി കാലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരക വിമോചനം നൽകുന്നത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതില്ലേ നാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ ഗണത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച വചനങ്ങൾ 2 വചനങ്ങളാണ്. സൂറത്തു സജദയിലെ 16, 17 വചനങ്ങളാണ്. റമദാനുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ആ വചനം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വിശദീകരിക്കാമെന്ന് ആഗ്രഹിച്ചത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. കിടപ്പറകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലും. യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ. പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും അവരുടെ രക്ഷിതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. കണ്ണിന് കുളിർമ ലഭിക്കുന്ന എത്രയോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് നിനക്കറിയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി. ഇതാണ് ഈ വചനത്തിന്റെ സാരം. 2 കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് രാത്രിയിൽ ഒഴിച്ച് നമസ്കരിക്കുക എന്നതാണ് ആദ്യത്തെ ഭാഗം. അതാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ എന്ന് പറഞ്ഞു. കിടപ്പറകളിൽ നിന്ന് ഉറക്കമൊഴിച്ച് എഴുന്നേറ്റ് അല്ലാഹുവിനുള്ള പ്രതീക്ഷയും അവനിലുള്ള ഭയപ്പാടോടും കൂടി അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘമായി നമസ്കരിക്കുകയും രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നവർ, അവർക്കും. രണ്ടാമത് പറഞ്ഞത് റമദാനിൽ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി ധനം ചെലവ് ചെയ്യുക. എപ്പോഴും ആവശ്യമാണ്. അതാണ് ഞാൻ ഈ 2 കാര്യവും എന്നും ആവശ്യമാണ്. പക്ഷെ റമദാനുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിന് കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് അതൊന്ന് ഉണർത്താമെന്ന് ആഗ്രഹിച്ചത് ഞാൻ സൂചിപ്പിച്ചു. സാധാരണ റമദാൻ മാസമാകുമ്പോൾ നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു പ്രവാചക വചനമുണ്ട്.
മൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാന്റെ രാത്രിയിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതാണ് ആ ഹദീസ്. പകൽ സമയത്ത് വ്രതമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ രാത്രിയിൽ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നിന്ന് നമസ്കരിച്ചാൽ, റമദാന്റെ പകലിൽ വ്രതമനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ തന്നെയാണ് രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായി തള്ളാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരിക്കൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സന്തത സഹചാരിയായ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പം മുതലേ ദീനിലേക്ക് കടന്നു വന്ന് തന്റെ യൗവനം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ച ഒരു സഹാബിയായിരുന്നു മുആദ്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേക ഉപദേശങ്ങൾ പ്രവാചകൻ നൽകിയത് ഒരുപാട് നമുക്ക് വായിക്കാൻ കഴിയും. അക്കൂട്ടത്തിൽ ഒന്ന്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. മുആദേ, നിനക്ക് ഈ നന്മയുടെ വാതായനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? നന്മയുടെ കവാടങ്ങൾ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന. വ്രതം, നോമ്പ് ഒരു പരിചയാണ്. വസ്സദഖത്തു ധർമ്മം, തുത്ഫിഉൽ ഖതീഅ, പാപങ്ങളെ കെടുത്തിക്കളയും. കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീയെ കെടുത്തിക്കളയുന്നത് പോലെ ദാനധർമ്മം പാപത്തെ കെടുത്തിക്കളയും. നമുക്കുണ്ടോ ആ ബോധം ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ? ആയെങ്കിലായി, കിട്ടിയെങ്കിൽ കിട്ടി, കൊടുത്തെങ്കിൽ കൊടുത്ത്, പോയെങ്കിൽ പോയി, ഈ മനോഭാവം നമുക്കുള്ളത്. ഇവിടെ എന്താ റസൂല് പറഞ്ഞത്? തീയെ വെള്ളം കെടുത്തിക്കളയുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങളെ കെടുത്തിക്കളയുന്നതാണ് ധർമ്മം. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, പിന്നെ പ്രവാചകൻ പറഞ്ഞത് രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള ഒരു മനുഷ്യന്റെ നമസ്കാരമാണ്. എന്നിട്ട് പ്രവാചകൻ ഓതിയ വചനങ്ങളാണ് ഞാൻ സൂറത്തു സജദയിൽ നിന്ന് ആദ്യം നിങ്ങളെ കേൾപ്പിച്ച 2 വചനങ്ങൾ. ഇതാണ് ആ ബന്ധം. തന്റെ അനുയായിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കരപ്പെട്ട 3-4 ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം പ്രവാചകൻ ഓതി കേൾപ്പിച്ച വചനമാണ് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന ഈ 2 വചനങ്ങൾ. അതിൽ അവസാനം പറഞ്ഞത് രാത്രിയുടെ അന്ത്യയാമത്തിലെ നമസ്കാരമാണ്. അതാണ് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ എന്ന് പറഞ്ഞതെന്ന് ബന്ധം. ഇനി എന്താണ് ഇശാ നമസ്കാരത്തിന് ശേഷം ഫജ്റിന് മുമ്പായി നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണ് ഈ പറയുന്നത്. ഇശാക്ക് ശേഷം ഫജ്റിന് മുമ്പ് എപ്പോഴും നമസ്കരിക്കാം. ഇശാ കഴിഞ്ഞ ഉടനെ നമസ്കരിക്കാം, കുറച്ച് കഴിഞ്ഞ് നമസ്കരിക്കാം, വെളുപ്പിനെ നമസ്കരിക്കാം. ഫജ്റിന് മുമ്പ് കഴിഞ്ഞിരിക്കണം. റമദാനിൽ മാത്രമുള്ളതല്ല എന്ന് നാം തിരിച്ചറിയുക. ആദ്യം എന്നുമുള്ള നമസ്കാരമാണ്. എല്ലാറ്റിനും റമദാനിൽ ഒരു ശ്രേഷ്ഠത ഉള്ളതുപോലെ ഇതിനും ഒരു ശ്രേഷ്ഠത. അതാണ് മൻ ഖാമ റമദാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞു. ഈ നമസ്കാരം പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. അവസാനം ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്തറിന്റെ അർത്ഥം ഒറ്റ എന്നാണ്. പിന്നെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമായതുകൊണ്ട് ഖിയാമുൽ ലൈൽ. പിന്നെ 4 റക്അത്തുകൾ കഴിഞ്ഞതിന് ശേഷം ഒരല്പസമയം റെസ്റ്റ് എടുത്ത് അടുത്തയിലേക്ക് കടക്കുന്നത് കൊണ്ട് തറാവീഹ്. ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ആദ്യം ബേസിക്കലി നാം മനസ്സിലാക്കേണ്ട കാര്യം.
ഈ വിത്ർ നമസ്കാരത്തിന് അങ്ങേറ്റത്തെ പ്രചോദനമാണ്. നമ്മൾ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, റമദാന് മുമ്പും ചെയ്യേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ വിത്ര ലൈസ ബിഹദ്മിൻ കസലാത്തിക്കുൽ മക്തൂബ. നിർബന്ധ നമസ്കാരം പോലെ നിർബന്ധമായ ഒരു നമസ്കാരമല്ല വിത്ർ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കരിച്ചിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ അഹ്ലൽ ഖുർആൻ, അല്ലയോ ഖുർആനിന്റെ ആളുകളെ, ഔത്തിറൂ, നിങ്ങൾ വിത്ർ നമസ്കരിക്കുവീൻ. കാരണം ഫഇന്നല്ലാഹ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹുവിന് വിത്ർ ഇഷ്ടമാണ്. മനസ്സിലായല്ലോ അതിന്റെ ശ്രേഷ്ഠത. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ സാദക്കും സലാത്തൻ വഹുവൽ വിത്ർ ഫസല്ലൂഹാ ഫീമാ ബൈനൽ ഇശാഇ ഇലാ സലാത്തിൽ ഫജ്ർ. തക്ക വിത്റിന്റെ ശ്രേഷ്ഠതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമസ്കാരം അധികമായി നൽകിയിരിക്കുന്നു. അതിന്റെ പേര് വിത്ർ എന്നാണ്. അത് നിങ്ങൾ നമസ്കരിക്കുക ഇശാ നമസ്കാരത്തിന് ശേഷവും ഫജ്ർ നമസ്കാരം വരെ. ഇശാക്ക് ശേഷം ഫജ്ർ വരെ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക. അപ്പം രാത്രി നമസ്കാരം ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. അഫ്ദലുസ് സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായി ഐച്ഛിക നമസ്കാരമാണ് രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള നമസ്കാരം. ഇവിടെയാണ് ഈ തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ എന്നുള്ളത് വരുന്നത്. ഉറക്കമൊഴിക്കുക എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ ഈ രാത്രിയിൽ ഉറക്കത്തിന് ശേഷം രാത്രിയുടെ അന്ത്യയാമത്തിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ അതല്ലാത്ത സമയത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നോ നമസ്കരിച്ചുകൂടാ എന്നൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, മൻ നന്ന മിൻകും ലാ യസ്തൈഖു ആഖിറു, രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ ഫൽയൂതിർ അവ്വലഹു, രാത്രിയുടെ ആദ്യത്തിൽ അവൻ വിത്റാക്കട്ടെ. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞു, ഫഇന്ന സലാത്ത ആഖിരിൽ ലൈലി മശ്ഹൂദ ഔ മഹ്മൂറൻ, രണ്ട് റിപ്പോർട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ നമസ്കാരത്തിന് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ഓരോരുത്തർക്കും ആപേക്ഷികമായി വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹമായോ ചെയ്യുന്നതിന് ഈ സമയങ്ങളാണ് എന്ന് പൊതുവെ നാം മനസ്സിലാക്കുക. മൊത്തത്തിൽ ഉത്തമമായ സമയം ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇശാക്ക് ശേഷം ഫജ്ർ വരെ ആകാമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സമയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഈ രണ്ട് രൂപത്തിൽ നമസ്കരിച്ചവരെ നമുക്ക് കാണാം. ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കരിച്ചിട്ട് ഉറങ്ങിയ സഹാബികളുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വെളുപ്പിനെ ജൗഫുൽ ലൈലിൽ ആഖിറിൽ അന്ത്യയാമത്തിൽ നമസ്കരിച്ചവരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിച്ച് ഉറങ്ങുന്നവരായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നവരായിരുന്നു. രണ്ടുപേരെയും പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കൂട്ടരെ പുകഴ്ത്തുകയും ഒരു കൂട്ടരെ ഇകഴ്ത്തുകയും പ്രവാചകൻ ചെയ്തിട്ടില്ല. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യഹീൻ തൂത്ത്, എപ്പോഴാണ് അബൂബക്കർ അങ്ങ് വിത്ർ നമസ്കരിക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇശാക്ക് ശേഷം രാത്രിയുടെ ആദ്യ സന്ദർഭത്തിലാണ് നമസ്കരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫഅന്ത യാ ഉമർ, ഉമറെ അങ്ങോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ആഖിറുൽ ലൈൽ, ഞാൻ രാത്രിയുടെ അന്ത്യയാമത്തിലാണ് നമസ്കരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളോട് നൽകിയ ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയാം? അമ്മാ അന്ത യാ അബൂബക്കർ ഫഅഖദത ബിൽ വുസ്താ വ അമ്മാ അന്ത യാ ഉമർ ഫഅഖദത ബിൽ ഖുവ്വ. രണ്ടാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ അങ്ങ് ശക്തി മുറുകെ പിടിച്ചു,
ഉമറെ അമ്പും ശക്തി മുറുകെ പിടിച്ചു. ഇവിടെ ആരെയാണ് ഇകഴ്ത്തി, ആരും ആരെ ഇകഴ്ത്തിയിട്ടില്ല, ഇകഴ്ത്താനുള്ള അർഹതയുമില്ല. ഞാൻ സൂചിപ്പിച്ചു പേരിന് സാരമിത ഒറ്റ എത്തിയായി വരുന്നതുകൊണ്ട് വിത്തർ 1, 3, 5, 7, 9, 11 ഇതാണ് ആ ഒറ്റയായി വരുന്ന രൂപം. റമദാനിലാവുമ്പോൾ ഖിയാമു റമദാൻ, രാത്രിയിലാവുമ്പോൾ ഖിയാമുൽ ലൈൽ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മള് ഒന്നിന് തറാവീഹ് എന്നും വേറൊന്നിന് ഖിയാമുൽ ലൈൽ എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിന്റെ രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ. പിന്നെ തറാവീഹ് എന്നുള്ള പേരേ ഈ നമസ്കാരങ്ങൾക്ക് ഇല്ല. റസൂല് കൊടുത്തിട്ടില്ല, സഹാബത്തും കൊടുത്തിട്ടില്ല. കാലശേഷം സലഫുകളായ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ 4 നമസ്കാരം കഴിഞ്ഞ ഒരു അല്പസമയം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത 4ലേക്ക് പോകുന്നത് കൊണ്ട് അവരതിനൊരു പേര് കൊടുത്തു, തർബീഹയുള്ള നമസ്കാരം. തർബീഹ എന്ന് പറഞ്ഞാൽ വിശ്രമം. അങ്ങനെയാണ് ഇതിന് തറാവീഹ് എന്നുള്ള പേര് വരുന്നത്. അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണെന്ന് ഒന്നുകൂടി നാം മനസ്സിലാക്കുക. അപ്പൊ ഖിയാമുൽ ലൈലിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് വചനങ്ങളും ഹദീസുകളുമുണ്ട്. 2-3 എണ്ണം സാന്ദർഭികമായി ഉണർത്തട്ടെ. പ്രത്യേകിച്ച് റമദാനിലാണ് പകൽ വ്രതം അനുഷ്ഠിക്കുന്നു, രാത്രിയിൽ കുറച്ചൊക്കെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും വെളുപ്പിനെ ഒന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഇശാക്ക് ശേഷമുള്ള നമസ്കാരമാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് ഒത്തിരി ഖുർആൻ ഓതി, ഒന്ന് ഒതുവെടുത്ത് ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഖൗഫും തമഅും അവിടെയും പ്രകടിപ്പിക്കാൻ നമുക്ക് ഇതൊന്നിനും സമയമില്ല. നമ്മൾ ഒരു വഴിപാട് നടത്തുന്നത് പോലെ ഇശാക്ക് ശേഷം ഒരു നിസ്കാരം നിസ്കരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി കിടന്നുറങ്ങി പിന്നെ അല്ലാഹ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. റമദാന്റെ രാവും പകലും ഒരുപോലെ ഗൗരവമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. ഇനി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദാരിയാത്ത് 51-ാമത്തെ അധ്യായമാണ്. വദ്ദാരിയാത്തി ദർവ എന്ന് തുടങ്ങുന്ന അധ്യായം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് അവകാശികളാകുന്ന മുത്തഖീങ്ങളുടെ കുറേ സ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഏതാണ്ട് 7-8 സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒന്ന് കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. പിന്നെയോ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വെളുപ്പിലെ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. ഒരു സ്വഭാവമാണ് വിശ്വാസികളുടെ, സ്വർഗത്തിന് അർഹരാകുന്ന മുത്തഖീങ്ങളുടെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗം വരുന്നത്. ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ വരുന്നത്. അതിലൊന്ന് ഈ പറഞ്ഞതാണ്, രാത്രിയിൽ ഉറക്കം കുറച്ചിട്ട് പരമാവധി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. റമദാനിലെങ്കിലും ഒന്ന് സമയം കണ്ടുകൂടെ സഹോദരി സഹോദര? നമുക്ക് ബാക്കി എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും, ഇതിനൊന്നിനും നമുക്ക് സമയമില്ല, ഒട്ടും കിട്ടാറുമില്ല സമയം. നമ്മളൊക്കെ ക്ഷീണിതരാണ്, എൻഗേജ്മെന്റുള്ള ആൾക്കാരാണ്, എപ്പോഴും ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെ തീർന്ന ഒരു പോക്ക് പോകേണ്ട സമയമുണ്ട്. ആ പോക്കങ്ങോട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവൂല. ഈ ചെയ്തതെന്തോ അതേ ഉണ്ടാവുകയുള്ളൂ. അത് ധനം കൊടുത്ത് ചെയ്താണെങ്കിൽ അത്, ഈ പറഞ്ഞതുപോലെ ചെയ്താണെങ്കിൽ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് നാം ഗൗരവത്തോടു കൂടി കാണും. ഇനി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്താനി ജിബ്രീൽ, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇശ് മാ ശിഅ്ത, മുഹമ്മദേ നീ ഇഷ്ടം പോലെ ജീവിച്ചോ. എന്നുവെച്ചാൽ തോന്നിമാരി ജീവിക്കാനല്ല പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഫഇന്നക മയ്യിത്തുൻ, നീ എങ്ങനെ ജീവിച്ചാലും മരിക്കാനുള്ളവനാണ്. ആരോടാണ്? ആരാ പറയുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് മലക്ക് ജിബ്രീലാണ് വന്നുകൊണ്ട് പറയുന്നത്. ജിബ്രീൽ വന്നുകൊണ്ട് പറയാണ്, മുഹമ്മദേ നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷെ മരിക്കേണ്ടവനാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, വാഹിബുമാൻ ചെയ്ത, നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരോടൊക്കെ നീ സ്നേഹം വെച്ച് പുലർത്തിക്കോ. നീ അവനെ പിരിഞ്ഞു പോകേണ്ടവരാണ്. ആരായാലും ശരി, ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ഈ സ്നേഹമൊക്കെ ആവശ്യമാണ്. പക്ഷേ ഒന്ന്, അങ്ങനെ ഇഷ്ടം പോലെ സ്നേഹിച്ചോളി, പക്ഷേ വേർപെട്ടു പോകേണ്ടവരാണ്. ഈ ബോധം വേണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു.
വഅമൽ മാ ശിഅത, മൂന്നാമത്തത് നീ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. ഫഇന്നക മുജ്സാ ബിഹി, നീ എന്ത് ചെയ്യുന്നോ അതിനുള്ള പ്രതിഫലമായിരിക്കും നിനക്ക് കിട്ടുക. നോക്കൂ നിങ്ങൾ, ആ ഓരോ വാക്കെടുത്തതോ, അതിലെ ഓരോ ശൈലിയും എടുത്തതോ. നീ ഇഷ്ടം പോലെ ജീവിച്ചോ, പക്ഷെ മരിക്കേണ്ടവനാണ്. നീ ഇഷ്ടപ്പെടുന്നവരെ ഒക്കെ ഇഷ്ടപ്പെട്ടോ, പക്ഷെ അവരെ നീ വേർപെട്ടു പോകേണ്ടവനാണ്. നീ ഇഷ്ടം പോലെ ജീവിച്ചോ, പക്ഷേ നീ എന്ത് ചെയ്താലും ഏതാണോ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലമാണ് നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകനോട് പറഞ്ഞു, വഅലം, നീ അറിയണം, അന്ന ശറഫൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ മാന്യത, അന്തസ്സ്, ആഭിജാത്യം എന്താണ്? ഖിയാമുഹു ബില്ലൈൽ, രാത്രി നമസ്കാരമാണ്. പിന്നെ വഇസ്സുഹു, അവന്റെ ഇസ്സത്ത്, അവന്റെ അന്തസ്സ്, ഇസ്തിഗ്നാഉഹു അനിന്നാസ്, മറ്റുള്ള ജനങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നതാണ് അവന്റെ ഇസ്സത്ത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് ഖിയാമുൽ ലൈൽ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവുമായി ഏറ്റവും അധികം അടുക്കുന്ന ഒരു സമയം സുജൂദാണ്. നമുക്കൊക്കെ അറിയാം സുജൂദിന്റെ ശ്രേഷ്ഠത, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഏറ്റവും അല്ലാഹുവിനോട് അടുക്കുന്ന സമയം രാത്രിയുടെ അന്ത്യയാമത്തിലാണ് അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുക. കാരണം ഇന്നല്ലാഹ യൻസിലു തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, എല്ലാ രാത്രിയിലും, റമദാന്റെ രാത്രിയിൽ മാത്രമല്ല എല്ലാ രാത്രിയിലും യൻസിലു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും ഇല സമാഇ ദുനിയ, അടുത്ത ആകാശത്തേക്ക്, ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. ഹത്താ യബ്ഖാ തുലുസുൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ 1/3 ആകുമ്പോൾ, അവശേഷിക്കുമ്പോൾ, 1/2 കഴിയുമ്പോൾ, 1/3 അവശേഷിക്കുമ്പോൾ, എന്നിട്ട് അല്ലാഹു ചോദിക്കും, മയ്യദഊനി, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഫാസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം ചെയ്യും. വമയ്യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഫൗഅതിഹി, അവന് ഞാൻ നൽകിയിരിക്കും. വമയ്യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് പാപമോചനം തേടുന്നത്? ഫാഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ ഓഫറാണ്, പടച്ചവന്റെ ഓഫറാണ്, ലംഘിക്കപ്പെടുന്ന ഓഫറല്ല. അപ്പൊ ആ സമയത്തിന്റെ പ്രത്യേകത, അല്ലാഹു ഇറങ്ങി വരുന്നു, പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം ചെയ്യുന്നു, ചോദിക്കുന്നവന് നൽകുന്നു, പാപമോചനം തേടുന്നവന് പുറത്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ സമയം അതാണ് ജൗഫുൽ ലൈലിൽ ആഖിർ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ആ സമയത്തുള്ള നമസ്കാരത്തിനും, ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും, ആ സമയത്തുള്ള അല്ലാഹുവിനോടുള്ള ചോദ്യത്തിനും, ആ സമയത്തുള്ള ഖുർആൻ പാരായണത്തിനും ഒക്കെ ഏറ്റവും വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം ഈ റമദാനിലെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് മാറ്റത്തിന് വിധേയമാക്കാൻ നോക്കും. ചടങ്ങ് അങ്ങോട്ട് അവസാനിപ്പിക്കുന്ന അവസ്ഥ മാറ്റിവെക്കും. ഒന്ന് ഉണരുക നമ്മൾ റമദാനിലാണെന്നുള്ള ബോധത്തോടു കൂടി. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട്, യുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ, പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണാം, അകത്തു നിന്ന് നോക്കിയാൽ പുറം കാണാം. അങ്ങനെയുള്ള ഒരു റൂം, ചില്ലുകൊട്ടാരം എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അങ്ങനെയുള്ള ചില്ലുകൊട്ടാരങ്ങളാണ്. സ്വർഗമായിട്ട് ഉപമിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ഒന്ന് ഉണർത്താൻ വേണ്ടി, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഒരിക്കലും സ്വർഗത്തിലെ ഒരു കാര്യവും ഈ ഭൂമിയിലെ ഒന്നുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്. അതാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, കണ്ണിന് കുളിർമയേകുന്ന എന്തൊക്കെയാണ് അല്ലാഹു രഹസ്യമാക്കി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിനക്കറിയില്ല മുഹമ്മദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നാം പറയുന്നത്. നോക്കുക, നാം ആലോചിക്കുക, നാം അതിലേക്കാണ് ഈ
ശ്രമം മുഴുവൻ നാം നടത്തേണ്ടത് അതാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമ്മളെ മാറ്റിപ്പണിയുന്ന, നമ്മളെ ഒരു നല്ല നിലയിലേക്ക് ആക്കി തീർക്കുന്ന നാളുകളാണെന്ന് കാണുന്നുണ്ട് എങ്കിൽ എന്റെ യുവ സഹോദരന്മാരെ, സഹോദരികളെ, മാറ്റിപ്പണിയില്ല നാം നമ്മളെ എല്ലാ അർത്ഥത്തിലും മാറ്റത്തിന് വിധേയമാവുക. അതാണ് ഈ പറഞ്ഞത്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? ബാക്കി ഇത് പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇത് ആർക്കായിരിക്കും കിട്ടുക? ആർക്കെങ്കിലും തോന്നി? നമുക്ക് തോന്നൂല. നമ്മളെങ്ങനെ കേട്ടുപോകും. അങ്ങനല്ല, സഹാബത്ത് അതിങ്ങനെ കേട്ടിരിക്കുകയാണ്. റസൂലിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ലിമൻ, ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലേ ആ ഉന്നതമായ സ്വർഗ്ഗം? ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലേ ആ സ്വർഗ്ഗം? മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, ലിമൻ അതാബൽ കലാം, ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവന്. വർത്തമാനം നന്നാക്കി പറയുന്നവൻ, മോശമായ വർത്തമാനങ്ങൾ പറയാത്ത. അതാബുൽ കലാം, സംസാരം നന്നാക്കി പറയുന്നവൻ. വഅത്അമ അത്അം, സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നവൻ. വഅദാമ സിയാം, നോമ്പ് കൃത്യമായി പതിവായി അനുഷ്ഠിച്ചു പോകുന്നവൻ. വസല്ലാ ലില്ലാഹി വന്നാസു നിയാം, ജനങ്ങളൊക്കെ സുഖസുഷുപ്തിയിൽ ആണ്ടുകളൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ, അവർക്കുള്ളതാണ് ആ ഉറപ്പ്. വേണ്ടേ നമുക്കത്? എങ്കിൽ നമ്മുടെ സംസാരം നല്ലതാണോ? റമദാനായിട്ട് പോലും നന്നാക്കിയോ സംസാരം? പെരുമാറ്റം നന്നാക്കിയോ? സാധുക്കളെ ചേർത്ത് പിടിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായോ റമദാനായിട്ട് പോലും? ആലോചിക്ക് നന്നായിട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വേറൊരു ജനത്തിൽ പ്രവാചകൻ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കണം. സലാം പ്രചരിപ്പിക്കണം. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കണം. സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇതിനാണ് നാം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇത് നോക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന ഖിയാമുൽ ലൈൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നമസ്കരിച്ച ആളാണ്. കാരണം പ്രവാചകന് അത് നിർബന്ധമാണ്. തഹജ്ജുദ് ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, ആ സ്തുത്യർഹമായ പദവിയിലെത്താൻ അടങ്ങാത്ത ആഗ്രഹത്തോടു കൂടി അത് കൃത്യമായി നിറവേറ്റിയിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയമില്ല, കാര്യം നമുക്ക് നിർബന്ധമല്ല, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നത് ഈ റമദാനുമായി ഒന്ന് തട്ടിച്ച്, ഒന്ന് ചേർത്ത് പിടിച്ച്, ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഞാൻ ഉണർത്തിയതാണ്. ഇനിയുമുണ്ട് കാര്യങ്ങൾ പലതും മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ഇത്തരം ശ്രേഷ്ഠതകളുള്ള ഈ നാളിൽ എത്തിപ്പെടാനും പരമാവധി നന്മകളിൽ മുഴുകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയത് നമ്മളോട് നന്ദി പറഞ്ഞുകൊണ്ട്, നാഥ, ഞങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മവും എന്തു പോരായ്മയുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണമേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കണമേ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സർവ്വ നന്മകളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ പരിവർത്തനത്തിന് പര്യാപ്തമാകുന്ന നിലയിൽ ഈ റമദാനിലെ ജീവിതവും ഞങ്ങൾക്ക് നീ ആക്കി തീർക്കണമേ തമ്പുരാനെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു.
വളരെ ചുരുക്കത്തിൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി. നേരത്തെ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നമസ്കരിച്ചിരുന്നു. റമദാനിൽ മാത്രമൊന്നുമായിരുന്നില്ല. പ്രവാചകൻ അത് ബാധ്യതയായിരുന്നു എന്ന് സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഇപ്പോൾ പള്ളികളിൽ ഇശാഇന് ശേഷം നമസ്കരിക്കുന്നത് പോലെ സംഘമായി നമസ്കരിച്ചത് ഒരു റമദാനിൽ 3 ദിവസം മാത്രമാണ്. നമ്മളിപ്പോ നമസ്കരിക്കുന്ന നമസ്കാരം ഒരു റമദാനിൽ 3 ദിവസം മാത്രം. ആ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാക്ക് ശേഷം നമസ്കാരം തുടങ്ങി 1/3 കഴിയും വരെ നമസ്കരിച്ചു. 1/3 കഴിയും. രണ്ടാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് ഇശാക്ക് ശേഷം തുടങ്ങി അർദ്ധരാത്രി വരെ നമസ്കരിച്ചു. മൂന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിനോട് അടുത്ത സമയം വരെ നമസ്കരിച്ചു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ സമയങ്ങളിലൊക്കെ രാത്രി നമസ്കാരം നിർവഹിക്കാം എന്ന് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ഇതേ മറുപടി പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഇമാമോട് കൂടി രാത്രി നമസ്കാരം നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്താതെ പൂർണ്ണമായും ഇമാമിനോടൊപ്പം നമസ്കരിച്ച് തീർക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. അങ്ങനെ നമസ്കരിച്ചാൽ രാത്രികാലം മുഴുവൻ നമസ്കരിച്ചതിന് കൂലി കിട്ടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഈ സമയങ്ങളിൽ ഏത് സമയവും ആകാം എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രവാചകന്റെ ചര്യയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ആദ്യം ചെയ്യുന്നവർക്ക് അങ്ങനെ, പിന്നെ ചെയ്യുന്നവർക്ക് അങ്ങനെ, എങ്ങനെയായാലും ഇമാമിന്റെ ഒപ്പമാണ് നമസ്കരിക്കുന്നതെങ്കിൽ, ഇമാമ് ജമാഅത്തുമായിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ 4 കഴിഞ്ഞ് പോയി പിന്നെ 4 അങ്ങനെയുള്ള ഏർപ്പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക. പൂർണ്ണമായും ഇമാമിന്റെ ഒപ്പം നമ്മൾ നിന്ന് നമസ്കരിച്ചാൽ ഒരു രാത്രിയിൽ നമസ്കരിച്ചതിന്റെ കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കളയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം, ഞാൻ പറഞ്ഞു ഒരു റമദാനിൽ 3 ദിവസം നമസ്കരിച്ചതിന്റെ സമയവും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ അത് നിർത്തി എന്നുള്ളത് പ്രവാചകൻ തന്നെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസവും സഹാബത്ത് വന്ന് തിങ്ങി കൂടി മദീനയിലെ പള്ളിയിൽ റസൂല് വരുമെന്ന് വിചാരിച്ചു. സുബഹി വരെ റസൂല് വന്നില്ല. സുബഹി നമസ്കാരത്തിന് വന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂല് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഇവിടെ വന്ന വിവരമൊന്നും അറിയാനിട്ടല്ല ഞാൻ വരാതിരുന്നത്. ഞാൻ വരാതിരിക്കാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഴിയാൻ പോകുന്നില്ല. ഞാൻ ഇന്നും കൂടി വന്ന് നമസ്കരിച്ച് ഞാൻ തുടർച്ചയായിട്ട് ഞാൻ അങ്ങോട്ട് നമസ്കരിച്ചാൽ ഇത് നിങ്ങൾക്ക് ഫർളായി വരും, നിർബന്ധമായി വരും. എന്ന് പറഞ്ഞാൽ സുബഹി പോലെ, ളുഹർ പോലെ, അസർ പോലെ, മഗ്രിബ് പോലെ, ഇശാ പോലെ നിർബന്ധ നമസ്കാരമായി മാറി കഴിയില്ല. നമുക്കത് കഴിയില്ല. ആ കാരുണ്യത്തിന്റെ പ്രവാചകന് അറിയാം. അത് മനസ്സിലാക്കി. എത്രയാണ് ആ പ്രവാചകന് നമ്മളോടൊക്കെയുള്ള കനിവ്, നമ്മളോടൊക്കെയുള്ള ദയ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ സലാത്ത് പറയാതിരിക്കാൻ പറ്റും? അനുജന്മാരെ കഷ്ടപ്പെടുന്ന ഒരിക്കലും, ബുദ്ധിമുട്ടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാരുണ്യത്തിന്റെ എല്ലാമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭയമാ, നിങ്ങൾക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ കാലം കഴിഞ്ഞു, പ്രവാചകൻ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തും അങ്ങനെ തന്നെ പോയി. അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ പള്ളിയിൽ വരും, ഒറ്റയ്ക്ക് നിസ്കരിക്കും. ചില ആൾക്കാർ അങ്ങോട്ട് മാറി നിന്നു, 2-3 പേര്, വേറെ 5-7 പേര്, അങ്ങനെ പല കോലങ്ങളും കണ്ടു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യ കാലത്ത് ഇങ്ങനെ തന്നെ പോയി. അവസാന കാലമായപ്പോൾ അദ്ദേഹം മദീനയിലെ പള്ളിയിൽ എത്തുമ്പോൾ റമദാനിൽ ഒരു വല്ലാത്ത ഒരു അനൈക്യത്തിന്റെയും ചിത്രതയുടെയും കോലം പള്ളിയിൽ കണ്ടു. എന്നുവെച്ചാൽ ഒരു നിസ്കാരം അങ്ങനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമാമിന്റെ പിന്നിൽ അന്ന് റസൂല് ചെയ്ത ആ കാര്യം ഒന്ന് ആ സുന്നത്ത് ഹയാത്താക്കിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് പ്രചോദനം നൽകി. 2 ഇമാമുമാരെ നിർത്തി, ഒന്ന് തമീമുദ്ദാരിയും മറ്റൊന്ന് ഉബയ്യ് ഇബ്നു കഅബും, 2 ഹാഫിളീങ്ങൾ, 2 താരിഖീങ്ങൾ, 2 പേരെയും ഏർപ്പാട് ചെയ്തു ജനങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കാൻ.
അങ്ങനെയാണ് അത് പിന്നെ തുടർന്നു വന്നത്. മുസ്ലിം ലോകം എന്നതൊരു ചിഹ്നമായി മാറി. റമദാനായി കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന്റെ ഒരു ഷിആറായി ചിഹ്നമായത് മാറിക്കഴിഞ്ഞു. അതാണ് ഇതിന്റെ രൂപം. ഇനി ഇതിൽ എത്ര റക്അത്താണ് നമസ്കരിക്കുന്നതെന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ആകട്ടെ റമദാൻ അല്ലാത്തപ്പോഴാകട്ടെ 11 റക്അത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അതാണ് റസൂലിന്റെ ചര്യ. ഇത് സഹാബത്തോ അവരും അങ്ങനെ തന്നെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരി ഉബയ്യ് ഇബ്നു കഅബിനോട് കൽപ്പിച്ചതെന്താ? അൻ യഖൂമാ ലിന്നാസി ബിഇഹ്ദാ അശറത റക്അത്ത്. ജനങ്ങൾക്ക് 11 റക്അത്ത് നമസ്കരിച്ച് നേതൃത്വം കൊടുക്കാനാണ് അവരോട് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആ രൂപം സ്വീകരിക്കുന്നത്. അതാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇശാ കഴിഞ്ഞതിന് ശേഷം നമസ്കരിച്ചാലും പിന്നെ പാതിരാ സമയത്ത് നമസ്കരിച്ചാലും പാതിരാക്ക് ശേഷം നമസ്കരിച്ചാലും ഒക്കെ ഇതേ ഉള്ളൂ. ഇങ്ങനെയുള്ള നമസ്കാരം അതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ വചനം എന്നൊന്നുകൂടി ചേർത്ത് പഠിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഒരുങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മള് റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ 4 വെള്ളിയാഴ്ചകളിൽ നമ്മൾ കളക്ഷൻ നടത്താറുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ കളക്ഷൻ ഇന്ന് നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം. ഈ ഫണ്ടിലേക്കുള്ള കളക്ഷനാണ്. അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ നൽകിയത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ചെറുത് വലുതായി മാറുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ കിറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചു. സാധുക്കൾക്ക് ഭക്ഷണം എന്നുള്ള നിലയിൽ ഇനിയും നൽകാറുള്ളവർ നൽകാൻ തയ്യാറാകണം. അതുപോലെ തന്നെ പള്ളിയിലുള്ള ഇഫ്താർ ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചവന് തുല്യമായ കൂലി കിട്ടും എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ചെയ്യാവുന്നിടത്തോളം ഇവിടെ നല്ല എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ ആർജിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിയുന്ന എല്ലാ നന്മകളും കഴിവിന്റെ പരമാവധി ചെയ്യുവാനും അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നേടിയെടുക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ